കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന് രേഖ. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്നു രേഖപ്പെടുത്തി 2023 അയച്ച സമൻസിൻ്റെ പകർപ്പ് പുറത്തുവന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇ ഡി അതിൻ്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം. അന്നത്തെ ഇ ഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദാണ് സമൻസ് അയച്ചത്. 23 ഫെബ്രുവരി 14 രാവിലെ 10:30 ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. സ്വാഭാവികം, അതൊക്കെ അന്നേ പൂഴ്ത്തി കാണും. കാരണം അപൂർവ സഹോദരങ്ങളാണല്ലോ. ഈ രാഷ്ട്രീയ എതിരാളികളായിട്ട് അണികളുടെ മുമ്പിൽ ഇവർ നാടകം കളിക്കും. ഇവർ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അതിനെ വീണ്ടും ദൃഢതരമാക്കും. നമ്മൾ എത്രയോ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളും ഡൽഹിയിൽ ആ നാടകങ്ങൾ കാണാനിടയായി. ജനം എന്നും വിഡ്ഢി തന്നെയാണ്. 20 കോടിയുടെ വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണം റെഡ് ക്രസൻറ്റ് 20 കോടി കൊടുത്തു. പക്ഷേ അത് 11 കോടി അടിച്ചു മാറ്റിയെന്നാണ് പിന്നീട് വന്ന രേഖകളിലൂടെ വ്യക്തമായത്. ഐഫോൺ കൊടുത്തതും പിന്നെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പണം പോയതുമൊക്കെ നമ്മൾ കേട്ടു കണ്ടു. ഈ കാരണഭൂതൻ്റെയും കുടുംബത്തിൻ്റെയും ഈ കരുതൽ അടിമകൾക്ക് ഇപ്പോഴും രോമാഞ്ചകഞ്ചുകമാണ് എന്നതിൻ്റെ നിദർശനമാണ്. സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. എന്തോരം മെഴുകല. അവറ്റകൾക്കറിയാം ടാക്സ് ജനങ്ങളുടെ മണ്ടയ്ക്ക് വീണ്ടും ടാക്സ് കയറ്റി ഒരു 100 രൂപ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ഒരു കിറ്റോ കൊടുത്താൽ ഈ പ്രബുദ്ധരായ ജനത വീണ്ടും കൊണ്ട് കുത്തുവെന്നും അവർക്കറിയാം. ഈ നാടിനെ കൊള്ള ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്നത് ഇവറ്റകൾ വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ രൂപീകരിച്ചാണ്. മക്കളെയും വിശ്വസ്ത അവതാരങ്ങളെയും അവിടങ്ങളിൽ നിയോഗിക്കും. വിദേശ കറൻസിയിൽ വാങ്ങുന്ന പണം ഹവാലയായി ഇവിടേക്ക് ഒഴുക്കും. കണ്ടുപിടിച്ച് രാജ്യത്തിൻ്റെ സമ്പത്തിൽ മുതൽ കൂട്ടേണ്ടവർ ഒത്തുകളിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയെ തകർക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പണം പറ്റുകയോ എന്തായാലും ശരി, നഷ്ടം നമുക്ക് തന്നെ. ഇതിനു വേണ്ടിയാണ് 25, 35, 40 രാജ്യങ്ങൾ ഇവരൊക്കെ സന്ദർശനം നടത്തുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ നന്മയ്ക്കായിട്ടല്ല എന്ന് ജനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരോട് എന്തു പറയാൻ.